മോനിപ്പള്ളി കല്ലിടുക്കി ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ്. ഇന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ടെസ്റ്റ് നടക്കുമോ എന്നറിയില്ല. ഇല്ല, പറഞ്ഞു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ വേലായുധൻ. സാമൂഹ്യ സേവനമാണ്. എവിടെയാണ് താമസിക്കുന്നത്? ഇലഞ്ഞി, ആലപ്പുഴ സ്വദേശിയാണ്. അപ്പം ഇപ്പോൾ ഞാൻ അഭിഷേക് പ്രിൻസിപ്പൾ എൻ്റെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നു. ഓക്കെ ഓക്കെ, സന്തോഷം. സർക്കാരിൻ്റെ ഈ പരിഷ്കാരത്തോടുള്ള സമീപനം, ഈ പരിഷ്കാരം ഒരു സ്വയം തൊഴിൽ സംരംഭമായിരിക്കുന്ന ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ തകർക്കുവാൻ മാത്രമേ ഉപകരിക്കൂ. പ്രായോഗിക തലത്തിൽ ഇത് നമുക്ക് നാളെയാണെങ്കിലും കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ലേ? ഇത് അതിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യുന്നില്ല. സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലും സ്കൂളുകളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നിലനിൽപ്പിനെ ബാധിക്കും. ജോലി ചെയ്യുന്ന 1,00,000-ഓളം തൊഴിലാളികളുണ്ട്. അവർ തൊഴിൽ രഹിതരായി മാറും. 7,000 സ്കൂളുകളുണ്ട്, ഡ്രൈവിംഗ് സ്കൂളുകൾ കേരളത്തിലുണ്ട്. ഇവർക്കെല്ലാം ഇത് ഒരാൾ ഡ്രൈവിംഗ് പഠിച്ച് പാസ്സാവണമെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴത് സമ്പന്നന്മാർക്ക് മാത്രമുള്ള രീതിയിലേക്ക് മാറും. വലിയ വിവേചനം കൂടുതലാകും. സാധാരണക്കാർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അവർക്ക് മുന്നണിയിൽ വരാനുള്ള മാർഗങ്ങളും അടഞ്ഞു പോകും. അത് തന്നെയല്ല, സർക്കാർ പറയുന്ന ഈ കാര്യങ്ങൾ നടത്തണമെങ്കിൽ തന്നെ ഗ്രൗണ്ടിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ഇതിനെല്ലാം സാമ്പത്തിക ശേഷി വേണ്ടേ? സാമ്പത്തികം വേണ്ടേ? അത് സർക്കാർ കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. സർക്കാർ കൊടുത്ത് പ്രായോഗിക തലത്തിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ പ്രായോഗികമായി വരുള്ളൂ, പരിപൂർണമായിട്ട്. അതിനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിനുള്ളൂ. അതെ. അതോടൊപ്പം തന്നെ ഒട്ടേറെ ഉപകരണങ്ങൾ, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉള്ളറകളിൽ നഷ്ടപ്പെട്ടു പോകും. ഇതുകൊണ്ട് ക്യാമറ അവിടെ കണ്ടോ? ക്യാമറ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കമ്പ്യൂട്ടർ മുഴുവൻ പോകുന്നു. ശീതീകരണ സംവിധാനങ്ങൾ വേറെയുണ്ട്, അതെല്ലാം പോകുന്നു. എല്ലാം നാശമാകും. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓക്കെ, നന്നായി വരണമെങ്കിൽ ഇതിന് ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുമല്ലേ? ഇത് നോക്കാനും അന്വേഷിക്കാനും ആളില്ല. രാജ്യത്തിന് നഷ്ടമാകുന്നു. ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും കേരളത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നോട്ടക്കുറവ് വന്നിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ജനങ്ങൾ ജാഗ്രതയിലായാൽ എല്ലാം ഉണ്ടാക്കി വെക്കും. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോഴത്തേനും അതെല്ലാം കേടുപാടാകുന്നു. ജനത്തിൻ്റെ ജാഗ്രതയിലൂടെയും ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വിദേശ രാജ്യങ്ങളുള്ള പോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പുറകെ നടന്നത് ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഓൾറെഡി അത് പറഞ്ഞ് ശരിയാക്കി കഴിഞ്ഞ് പിന്നെ അതായിട്ട് അന്വേഷണം ഇല്ല. പിന്നെ അത് കാട് പിടിച്ച് പോവുകയാണ്. അതാണ് എൻ്റെ സംഭവം. ഓക്കെ, ഈ പുതിയ പരിഷ്കാരത്തോടെ എന്തുണ്ട് അഭിപ്രായം ഗണേഷ് കുമാറിൻ്റെ? നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നൊരു നിർദ്ദേശമാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായും സ്വീകരിക്കുമായിരുന്നു. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തിൽ നടക്കുന്ന സാധാരണപ്പെട്ട എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ഇവിടുന്ന് പുറത്തു പോകണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശങ്ങളാണ്. ഒന്നാമത് ഏതൊരു മേഖലയിലായാലും ഒരു പരിഷ്കാരം നടത്തുമ്പോൾ ആ മേഖലയിലുള്ളവരുമായി കൂടിയാലോചിച്ചും ആ പരിഷ്കാരം അവിടെ നടത്തുന്നതിനുള്ള സാവകാശം ഇട്ടുമാണ് ഒരു പ്രായോഗികമായ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അതല്ലാതെ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് താമസം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. താമസം എന്ന് പറഞ്ഞാൽ ഇതിന് താമസം വേണം. ഇപ്പം നമുക്ക് ഇപ്പോൾ പുതിയ 15 വർഷത്തിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിനും പിന്നെ ടെസ്റ്റിനും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. അത് നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ല. കാരണം നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതത്തിനടക്കം 15 വർഷത്തിൽ കൂടുതൽ കാലയളവുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബസ് സർവീസ് അടക്കം, ടാക്സി അടക്കം, ഓട്ടോറിക്ഷ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിശീലനത്തിന് ഈ വണ്ടി പാടില്ല എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ ധാരാളം വരുന്ന ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. അവർ ഉപയോഗിക്കുന്ന 2-3 വാഹനങ്ങളാണ്. എല്ലാം തന്നെ പഴയതും പുതിയതും എല്ലാം ചേർന്ന് കാണും. ആ പഴയ വണ്ടികളെല്ലാം പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് പുതിയ വണ്ടികളിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല. അവർ ഈ മേഖല വിട്ടുപോവുക എന്നത് മാത്രമേ സർക്കാർ ഈ ഗ്രൗണ്ടുകൾക്കെല്ലാം സാമ്പത്തിക സഹായം ചെയ്ത് നന്നായ രീതിയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം 89 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളാണ്, 87-89 ഗ്രൗണ്ടുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അതിനകത്ത് 7-8 ഗ്രൗണ്ടുകളാണ് ഇതടക്കമാണ് സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ളത്. ഇതിൻ്റെ അവസ്ഥ ഇവിടെ തന്നെ നമുക്കിപ്പോൾ 1,00,000-ഓളം തൊഴിലാളികളുണ്ട് കേരളത്തിൽ അല്ലേ? ഉണ്ട്. 7,000 ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെന്നാണ് പറയുന്നത്. 8,600-ഓളം. അതിലാകെപ്പാടെ
ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ചിലപ്പോൾ 3-4 വാഹനവും ഓഫീസ് സംവിധാനം എല്ലാം കൂടെ കാട്ടി ഒരു 5-6 സ്റ്റാഫ് 10-15 സ്റ്റാഫ് വരെയുള്ള സ്കൂളുകളുമുണ്ട്. അപ്പോൾ 1 ലക്ഷത്തോളം പറഞ്ഞ ആളുകൾ കറക്റ്റാണ്. അത്രയും ആളുകളുണ്ടാവും. ഗ്രൗണ്ടുകളിൽ 2 വീലർ പരിശീലിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനെ മാത്രം നിൽക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞൊരു കോടതി വിധി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി വിധി അനുസരിച്ച് ഗണേഷ് കുമാർ ഇത് കേവലം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമരം മാത്രമല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ 18 വയസ്സ് പൂർത്തീകരിക്കുന്ന ഓരോരുത്തരും ലൈസൻസ് എടുക്കുന്ന ഒരു നാടാണ് നമ്മൾ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ മകൻ ഒരു ജോലിയൊക്കെ സർവീസ് ഒക്കെ ആയി ഒരു വാഹനം എടുത്താൽ അവൻ്റെ അച്ഛനും അമ്മയും ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കാൻ തയ്യാറാകുന്ന ഒരു പ്രത്യേകമായ സാമൂഹിക അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം കൂടുതൽ പേര് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ മേഖലയിൽ ഈ 30 പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ലധികം പ്രായോഗികമായിട്ടല്ല. ഇപ്പം നമുക്ക് ഓരോ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, അതുപോലുള്ള കണ്ണൂരടക്കമുള്ള, കോട്ടയം അടക്കമുള്ള, തിരുവനന്തപുരം അടക്കമുള്ള വലിയ സിറ്റികളിലൊക്കെ 10-15,000-ഓളം അപേക്ഷകർ ഈ തീരുമാനം വന്നതിന് ശേഷം കെട്ടിക്കിടക്കുകയാണ്. പുറത്തേക്ക് ലൈസൻസ് എടുത്ത് പോകേണ്ടവരുണ്ട്. സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി റിസൾട്ട് ഇപ്പം മെയ് 9-ാം തീയതി വരികയാണ്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പലരും കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉപരിപഠനത്തിനായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കൊക്കെ പോകാൻ ഇന്നത്തെ കാലത്ത് 2 വീലറുകൾ ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇവിടെ നിന്ന് ലൈസൻസ് എടുത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവർ 1 വർഷം കാത്തിരുന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് അവർക്ക് കിട്ടത്തില്ല. കിട്ടിയതിന് ശേഷമാണല്ലോ ഒരു ജയിക്കുകയോ തോക്കുമെന്നുള്ള. വിദേശത്ത് പോയി നമ്മുടെ ലൈസൻസ് വെച്ച് 1 കൊല്ലം ഓടിക്കാം. ചില രാജ്യത്ത് അവിടെ ട്രെയിനിങ് ക്ലാസിൻ്റെ ഇളവുകൾക്കൊക്കെ പറഞ്ഞാൽ അവിടെ ഭീമമായ തുകയാണ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എല്ലാവരും വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ താരതമ്യം ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, അവിടുത്തെ പോപ്പുലേഷൻ വളരെ ചെറിയ പോപ്പുലേഷനുള്ള വിദേശ രാജ്യങ്ങളും നമ്മുടേതുപോലുള്ള ജനസാന്ദ്രത കൂടിയ നാടുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. 2, അവരുടെ വരുമാനം. അവരുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് മിനിമം 50,000-60,000 രൂപയാണ്. നമ്മുടെ നാട്ടിൽ ഒരാളുടെ മിനിമം വരുമാനം എന്ന് പറഞ്ഞാൽ 700 രൂപ ഡെയിലി വെച്ച് കൂട്ടിയാലും ഒരു 20-25 ദിവസം പണിയെടുത്താൽ 10-20,000 രൂപയാണ് അവൻ്റെ വരുമാനം. ആ വരുമാനത്തിനനുസരിച്ചുള്ള ചെലവുകളും നമ്മുടെ നാട്ടിൽ അവന്. ഇനി ഈ പുതിയ നിയമം പ്രായോഗിക തലത്തിൽ വരുവാണെങ്കിൽ ഒരാൾക്ക് ഒരു 25,000 രൂപയെങ്കിലും വേണ്ടി വരില്ലേ? 30,000 രൂപയ്ക്ക് മേളിൽ ലൈസൻസ് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കും. നമ്മുടെ ആ കോസ്റ്റ് നമുക്ക് അത് താങ്ങാനൊക്കെ സാധാരണക്കാരന് ലൈസൻസ് എടുക്കാൻ താങ്ങാൻ പറ്റുന്നതല്ല. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആരും ചുമ്മാ കൊടുക്കണമെന്നോ പേരെഴുതി ഒപ്പിട്ട് പേടിച്ചുകൊണ്ട് പോകണമെന്നോ നമ്മളാരും പറയുന്നില്ല. ആവശ്യത്തിന് പരിശീലനം കൊടുക്കണം, ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടണം, അതിനുള്ള സ്കില്ലും പരിശോധിക്കണം ഉദ്യോഗസ്ഥർ നിലയിൽ. ഇപ്പോൾ അത് ഒരുവിധം കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ അതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഓരോ സാധാരണക്കാരനും പ്രാപ്യമാകണം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇത്ര വയസ്സായി, നിങ്ങളിപ്പോൾ ഒരു ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചാൽ ഒരു 18 വയസ്സുകാരൻ എടുക്കുന്ന സ്കില്ലോടുകൂടി നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നാളെ പോയി അപകടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഡ്രൈവിംഗ് പരിശീലനം കഴിഞ്ഞ് ലൈസൻസ് എടുത്ത് കിട്ടിയ ആരും വഴിയിലിറങ്ങി അപകടം ഉണ്ടാക്കിയിട്ടില്ല. 4-5 വർഷം കാലം വണ്ടി ഓടിച്ച് തെളിഞ്ഞതിന് ശേഷമാണ്. അപ്പം നമുക്കൊരു റോഡ് കൾച്ചർ കൂടി ഉണ്ടാക്കണം. അത് പ്രൈമറി ക്ലാസ് തലം മുതൽ ഉണ്ടാക്കണം. എത്രയോ പെഡസ്ട്രിയൻ കാൽനട യാത്രക്കാരുടെ അശ്രദ്ധയോടുകൂടി എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരെ ആരും നിയന്ത്രിക്കും? അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല റോഡ് സംസ്കാരം ഇവിടെ ഉണ്ട്. ആളുകൾക്ക് സഞ്ചരിക്കാൻ പ്രത്യേക ഒരു സഞ്ചരിക്കാൻ പാതകളില്ല. വഴികൾ ചീറിപ്പായുന്ന വഴികളിലൂടെയാണ് നമ്മൾ 2 വീലറിന്റെ റോഡ് ടെസ്റ്റ് നടത്തുന്നത്. ഒരു പരീക്ഷയാണ് നടക്കുന്നത് നോക്കണം. ആ പരീക്ഷയ്ക്ക് അവൻ എത്രത്തോളം പ്രാപ്തനായിരിക്കും നമുക്കറിയാം. ഒരുവിധം പരീക്ഷ നടക്കുന്നതിന് വെപ്രാളം ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം. ആ ടെൻഷനെല്ലാം വെച്ച് ഇതിലെ ചീറിപ്പായുന്ന വാഹനങ്ങൾ പോകുന്ന ഇടയ്ക്കൂടെ 2 വീലറിന്റെ റോഡ് ടെസ്റ്റ് നടത്തണം എന്ന് പറയും. പ്രായോഗികമല്ല. അത് അയാളുടെ ജീവന് തന്നെ റിസ്ക് എടുക്കുന്ന കാര്യമാണ് ഗവൺമെന്റ് പറയുന്നത്. അത് ഗ്രൗണ്ടിലാകാം. 2 വീലറിന്റെ ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ അവന് ഹാൻഡിൽ ബാലൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അതും ഗ്രൗണ്ടിൽ ചെയ്യുന്നതോടുകൂടി അവന്റെ ലൈഫും കൂടെ നമ്മൾ സേവ് ചെയ്യുകയാണ്. സുരക്ഷിതമല്ല. ഈ നമ്മുടെ റോഡുകൾ എത്ര സുരക്ഷിതം, ആ റോഡുകളിലൂടെയാണ് ടെസ്റ്റ് നടത്താൻ പറയുന്നത്. ഇവിടെ 2 ദിവസം ടെസ്റ്റ് ആണെങ്കിൽ തന്നെ അത്രയും വരാം. 45 അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന 47. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിട്ടുള്ള എറണാകുളം മലപ്പുറത്ത് മാത്രം